ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ല ഒരു പുതുവർഷം ആശംസിക്കുന്നു. സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും ദൈവാനുഗ്രഹങ്ങളുടെയും ഒരു പുതുവർഷം. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ മറിയത്തിന്റെ ദൈവമാതൃത്വത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാം. വചനം പറയുന്നു, മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാം തിരുവചനം. പരിപൂർണ സ്നേഹത്തോടെ തന്റെ ജീവിതത്തിലെ സുഖദുഃഖങ്ങൾ ദൈവത്തിൽ ഫലമേൽപ്പിച്ച് ദൈവാശ്രയ ബോധത്തിൽ ജീവിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചുവെന്ന് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അവൾ ആരോടും പരിഭവം പറഞ്ഞില്ല. മറിയം എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്ന് ഏറ്റുപറഞ്ഞ് എലിസബത്ത് മറിയത്തിന്റെ ദൈവമാതൃത്വം ഉറക്കെ പ്രഘോഷിച്ചത് നാം സുവിശേഷത്തിൽ കാണുന്നുണ്ട്. തന്റെ പുത്രന് ജന്മം നൽകുവാൻ ദൈവപിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട കന്യകയായ മറിയം ദൈവഹിതത്തിന് സമ്മതം മൂളി ദൈവമാതൃസ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. ഈ അമ്മയുടെ സുഹൃതങ്ങൾ നമ്മുടെ ജീവിതത്തിലും സ്വന്തമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധിയും എളിമയും ദൈവാശ്രയബോധവും നിറഞ്ഞ നല്ല വ്യക്തിത്വത്തിന്റെ ഉടമകളായി പുതു ചൈതന്യത്തോടെ ഈ പുതുവർഷം നമുക്ക് ആരംഭിക്കാം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.